ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. കലാവിദ്യാഭ്യാസവും പ്രവൃത്തി പഠനവും നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ആരോഗ്യ കായിക വിദ്യാഭ്യാസം ആദ്യം നോക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം. ഒന്നാമത്തെ ചോദ്യം, 35ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? 35ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? ആൻസർ എന്താണ്? അതെ, അമ്മു ആണല്ലേ. ആൻസർ അമ്മു. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏതുതരം കിരണങ്ങളാണ് സൂര്യാഘാതത്തിന് കാരണമാകുന്നത്? ഏതുതരം കിരണങ്ങളാണ് സൂര്യാഘാതത്തിന് കാരണമാകുന്നത്? ആൻസർ അൾട്രാവയലറ്റ്. ആൻസർ അൾട്രാവയലറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1882 ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ക്രിക്കറ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ട് ആദ്യമായി ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടത് എവിടെ വെച്ചാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെ വെച്ചാണ്? അതെ, എന്താണ് ആൻസർ? ഓവൽ അല്ലേ. ഓവൽ എന്ന സ്ഥലത്ത് വെച്ചാണല്ലേ, ഓവൽ. ഓക്കെ, ദെൻ സംസ്ഥാന കായിക ദിനമാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാണ് സംസ്ഥാന കായിക ദിനം? അതെ, ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. ദെൻ 5ാമത്തെ ചോദ്യം, 2014 ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ ഉൾപ്പെട്ട മലയാളി താരം ആരാണ്? യെസ്, സഞ്ജു വി സാംസൺ ആണല്ലേ. സഞ്ജു വി സാംസൺ ആണ്. ദെൻ ഗുസ്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി SAI നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അതെ, നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മളൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അകാരകൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻസർ എന്താണ്? അകാരകളാണ്. ഗുസ്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി SAI നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? അകാരകളാണ്. ദെൻ 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. കം ആൻഡ് പ്ലേ എന്നാൽ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കം ആൻഡ് പ്ലേ എന്താണ്? യെസ്, രാജ്യത്തെ കായിക ഭൗതിക സാഹചര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സായി കേന്ദ്രങ്ങൾ നിലകൊള്ളുന്നു. പ്രാദേശിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. പ്രാദേശിക താരങ്ങൾക്ക് ഇവിടെയുള്ള സായി കോച്ചുകളുടെ കീഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. 8 മുതൽ 17 വയസ്സുള്ള കുട്ടികളെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതൊക്കെ തന്നെയല്ലേ കൂട്ടുകാർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കായിക പദ്ധതികൾ ഏതാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കായിക പദ്ധതികൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? അതെ, അസോസിയേഷനുകൾക്ക് ധനസഹായം നൽകുക. അതുപോലെ തന്നെ എന്താണ്? കോച്ചുകളുടെ സേവനം ലഭ്യമാക്കുക. ദെൻ സമ്മർ കോച്ചിങ് ക്യാമ്പുകൾ നടത്തുക. എന്തൊക്കെയാണ്? അസോസിയേഷനുകൾക്ക് ധനസഹായം നൽകുക, കോച്ചുകളുടെ സേവനം ലഭ്യമാക്കുക, സമ്മർ കോച്ചിങ് ക്യാമ്പുകൾ നടത്തുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള 4 ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാമാണ്? യെസ്, ശാരീരിക മാനസിക ക്ഷമത മെച്ചപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്? ശാരീരികവും മാനസികവുമായ ഉന്മേഷം ലഭിക്കുന്നു. ദ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം. സന്ധികളുടെ അയവും വഴക്കവും വർദ്ധിപ്പിക്കുന്നു. ദെൻ ഹൃദയ ശ്വസന ദഹന വ്യവസ്ഥ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നു. എന്തൊക്കെയാണ്? ശാരീരിക മാനസിക ക്ഷമത മെച്ചപ്പെടുന്നു, ശാരീരികവും മാനസികവുമായ ഉന്മേഷം ലഭിക്കുന്നു, സന്ധികളുടെ അയവും വഴക്കവും വർദ്ധിപ്പിക്കുന്നു, ഹൃദയ ശ്വസന ദഹന വ്യവസ്ഥകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നു. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്? ശരിയോ തെറ്റോ എന്ന് എഴുതുകയാണ്. നമുക്ക് വായിച്ചു നോക്കാം. ഭാരം ഉയർത്തുമ്പോൾ ഉപ്പൂറ്റി തറയിൽ നിന്ന് ഉയർന്നു നിൽക്കണം. ദെൻ ബി പറഞ്ഞിട്ടുള്ളത് ലാൻഡിങ് ചെയ്യുമ്പോൾ തറയിൽ ആദ്യം പതിക്കേണ്ടത് പാദത്തിൻ്റെ മുൻവശമാണ്. ദെൻ സി അസ്ഥിക്ക് പൊട്ടലുണ്ടാകുമ്പോൾ ആ ഭാഗത്ത് ചൂട് പിടിക്കണം. ദെൻ ഡി സൂര്യാഘാതം ഏറ്റാൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് ദേഹമാസകലം തുടയ്ക്കുക. ഇതിൽ ശരിയോ തെറ്റോ എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്, അതായത് ഭാരം ഉയർത്തുമ്പോൾ ഉപ്പൂറ്റി തറയിൽ നിന്ന് ഉയർന്നു നിൽക്കണം എന്ന് പറയുന്നത് എന്താണ്? ശരിയാണോ തെറ്റാണോ? അതെ, തെറ്റാണല്ലേ. എന്താണ്? തെറ്റാണ്. ദെൻ ലാൻഡിങ് ചെയ്യുമ്പോൾ തറയിൽ ആദ്യം പതിക്കേണ്ടത് പാദത്തിൻ്റെ മുൻവശമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? അതായത് ശരിയാണ്. ദെൻ അസ്ഥിക്ക് പൊട്ടലുണ്ടാകുമ്പോൾ ആ ഭാഗത്ത് ചൂട് പിടിക്കണം. അത് ശരിയാണോ? അല്ലല്ലേ, തെറ്റാണ്. ദെൻ സൂര്യാഘാതമേറ്റാൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് ദേഹമാസകലം തുടയ്ക്കുക. അതെന്താണ്? ശരിയാണ്. അപ്പോൾ എ തെറ്റ്, ബി ശരി, സി തെറ്റ്, ഡി ശരി.
ഓക്കെ, ദെൻ 11ാമത്തെ ചോദ്യം നോക്കാം. ഫുട്ബോൾ മത്സരത്തിൽ യെല്ലോ കാർഡ്, റെഡ് കാർഡ് എന്നിവ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യെല്ലോ കാർഡ് നമുക്കറിയാം എന്താണ്, യെസ്, ഫൗൾ ചെയ്യുന്ന കളിക്കാരന് താക്കീതായും. റെഡ് കാർഡോ, ആ കളിയിൽ ഫൗൾ ചെയ്യുന്നതിൻ്റെ കാഠിന്യം അനുസരിച്ച് കളിക്കാരനെ ആ കളിയിൽ നിന്ന് പുറത്താക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇതെല്ലാ കൂട്ടുകാർക്കും പറയുന്നതല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. 12, 13 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതമാണ് പറഞ്ഞിട്ടുള്ളത്. 12ാമത്തെ ചോദ്യം എന്താണ്? ചേരുംപടി ചേർക്കാനാണല്ലേ. ഫുട്ബോൾ അക്കാദമി ഏതായിരിക്കും വരിക? അതെ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കോംപ്ലക്സ് ആണല്ലേ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കോംപ്ലക്സ്. ദെൻ സൈക്ലിംഗ് ഏതാണ്? യെസ്, ഇന്ദിരാഗാന്ധി സ്പോർട്സ് കോംപ്ലക്സ് ആണ്. സൈക്ലിംഗ് ഇന്ദിരാഗാന്ധി സ്പോർട്സ് കോംപ്ലക്സ്. ദെൻ ഷൂട്ടിംഗ്, യെസ്, ഡോക്ടർ കർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ച്. ഡോക്ടർ കർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ച്. ഇതുപോലെ തന്നെയല്ലേ കൂട്ടുകാർ എഴുതിയിട്ടുള്ളത്? ഓക്കെ, ഇത് നെക്സ്റ്റ് 13ാമത്തെ ചോദ്യം എന്താണ്? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? അതെ, കായിക മേഖലയുടെ ഉന്നതി ലക്ഷ്യമാക്കിയും 1982 ഏഷ്യൻ ഗെയിംസിനായി നിർമ്മിച്ച പശ്ചാത്തല സൗകര്യം സംരക്ഷിക്കാനും ഉപയോഗപ്പെട്ടു. ദെൻ കേന്ദ്ര സർക്കാർ 1984 ജനുവരി 25 സ്ഥാപിച്ചൊരു സൊസൈറ്റിയാണ് സായി. മികച്ച താരങ്ങളെ കണ്ടെത്തുക, മികച്ച പരിശീലനവും അന്താരാഷ്ട്ര മത്സര പരിചയം നൽകുക, ശാസ്ത്രീയ പരിശീലനം, ഉപകരണ ലഭ്യത, ശാസ്ത്രീയ പരിശീലന പരിശോധന, ദേശീയ ടീമിൻ്റെ തയ്യാറെടുപ്പ്, പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തൽ, മികച്ച കോച്ചുകളുടെയും അധ്യാപകരെയും സൃഷ്ടിക്കൽ എന്നിവയാണ് സായി ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ മികച്ച താരങ്ങളെ തിരഞ്ഞെടുത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ഹോസ്റ്റലുകൾ സ്ഥാപിച്ച് സായി എന്ന കേന്ദ്രം വഴി മികച്ച പരിശീലനം നൽകുന്നു. ഈ ഹോസ്റ്റലിൽ കുട്ടികൾക്ക് സൗജന്യ ഭക്ഷണം, താമസം, സ്പോർട്സ് ഉപകരണങ്ങൾ, വിദ്യാഭ്യാസം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ നൽകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൂട്ടുകാർ എഴുതിയിട്ടുണ്ടല്ലോ സ്പോർട്സ് അതോറിറ്റി ഇന്ത്യയുടെ ലക്ഷ്യങ്ങളായിട്ട്. ഓക്കെ, അങ്ങനെ കൂട്ടുകാരെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് കലാവിദ്യാഭ്യാസവും ആർട്ട് എഡ്യൂക്കേഷനും വർക്ക് എഡ്യൂക്കേഷനും വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.